ഗൈസ് വെൽക്കം, വണക്കം. അപ്പോൾ നമ്മുടെ രേണു സുധിയുടെ വിവാഹം കഴിഞ്ഞോ? ഒരു ഡോക്ടറുമായിട്ട്, ഡോക്ടർ മനു ഗോപിനാഥൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള വിവാഹം ശരിക്കും കഴിഞ്ഞതായിരുന്നു. ഫോട്ടോസ് പ്രചരിക്കപ്പെടുന്നു. പക്ഷേ മനു ഗോപിനാഥൻ്റെ മുൻകാല ഒരു ഫോട്ടോഷൂട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് പുള്ളി കൊടുക്കുന്ന ക്ലാരിറ്റിയും അതിനുശേഷം ഇപ്പോഴത്തെ നമ്മുടെ രേണുവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് ലാസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്തായിരുന്നാലും ഞാൻ ആ ഒരു കാര്യം നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്തായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം എന്ന് കണക്ക് കൂട്ടാനാണ് ഇഷ്ടം. പക്ഷേ ചില കാര്യങ്ങളെങ്കിലും പല ആൾക്കാരും പറയുന്നു ഇത്രയും വേണമായിരുന്നു എന്നുള്ളതാണ്. എങ്കിലും ഞാനെപ്പോഴും സ്റ്റിൽ പറയുന്നു അതൊക്കെ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു സ്വാതന്ത്ര്യമാണ്. കേൾക്കാം. ABC മലയാളം ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്നായിരുന്നു കല്യാണമല്ല, അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അല്ല, കല്യാണമാണ്. ഇവിടെ അവതാരകൻ ചോദിക്കുന്നു എന്നായിരുന്നു ഒരു കല്യാണം. ഇത് 6 മാസത്തിന് മുമ്പ് വന്ന ഒരു വീഡിയോ ആണ്. മനു ഗോപിനാഥൻ്റെ ചാനൽ കിടപ്പുണ്ട്. കുറേ നാളിന് മുമ്പ് ഉള്ളതാണ്. ഇത് 4 വർഷം 2 വർഷമോ 3 വർഷം എന്തൊക്കെ ആയി. അപ്പോൾ ഇത് സൂസൻ എന്ന് പറയുന്ന പെൺകുട്ടി ആയിട്ട് പുള്ളിക്കാരൻ അന്ന് പ്രചരിക്കപ്പെട്ട ഒരു ഫോട്ടോഷൂട്ടാണ്. അതും ഇതുപോലെ മാരേജ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞ ആൻസർ എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്? ഇട്ട ക്യാപ്ഷന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പേര് ഒരാൾ കൺഗ്രാറ്റ്സ് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കാതെ ഫോട്ടോസ് കണ്ടു. ഇട്ട ക്യാപ്ഷന്റെ കുഴപ്പമൊന്നും തോന്നിയെന്നല്ല, ഇട്ട ക്യാപ്ഷൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ചില കാര്യങ്ങൾ നമ്മൾ നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ അത് നല്ലതായിട്ട് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. വെടിപ്പായിട്ട് ആ ഒരു കാര്യം ഇതാവും. പക്ഷേ ഇട്ട ക്യാപ്ഷൻ്റെ കുഴപ്പമായിരുന്നുള്ള കാര്യം ഞാൻ പുറകെ കാണിച്ചു തരാം. ഇട്ട ക്യാപ്ഷൻ ഇവർ ഇപ്പോഴും ഈ രേണു സുധിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയത്തിനെ ഒരു കോൺട്രവേഴ്സിയലായിട്ട് മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കാം. ആദ്യം പറഞ്ഞേക്കാം. കല്യാണ ഡ്രസ്സിലാണ്. അപ്പോൾ പിന്നെ കൺഗ്രാറ്റ്സ് പറഞ്ഞ് അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കല്യാണം. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇടുന്നു. അതെ, അത് നമ്മളൊരു സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. അതായത് സാധാരണ ഫോട്ടോഷൂട്ട്സ് വരുമ്പം അത് ഒരു സെറ്റ് ഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് അങ്ങനെയല്ലേ വരാറുള്ളൂ. ഇത് നമ്മളൊരു സീരീസ് ആയിട്ട്, അതായത് സേവ് ദ ഡേറ്റ്, വിവാഹം, ഹണിമൂൺ, അതിനുശേഷം 10 വർഷത്തിന് ശേഷമുള്ള സക്സസ്ഫുൾ ഫാമിലി ലൈഫ്, ഇത്രയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ വിവാഹം നമ്മൾ ഒഴിവാക്കി, കാരണം സക്സസ് ആയി. ഇപ്പൊ ഡബിൾ സക്സസ് ആയി. വിവാഹം ജസ്റ്റ് സക്സസ് ആവണം, സോഷ്യൽ മീഡിയക്കകത്ത് സക്സസ് ആവണം. അതിനകത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ, ഒരു സ്ത്രീയെ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം. അത് ആൾക്കാരുടെ മുമ്പിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, വിവാഹം എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള സാധനം, ഫോട്ടോഷൂട്ട് എന്നുള്ള സാധനത്തിലേക്ക് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനം. കല്യാണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും. പക്ഷേ ഇവിടുത്തെ ഈ പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ശൈലി എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില സ്ഥലങ്ങളിലെങ്കിലും എവിടെയെങ്കിലും അവഗണിക്കപ്പെടുന്ന ചില ആൾക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം, അവരോട് തോന്നുന്ന സമൂഹത്തിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ ഇദ്ദേഹം മറ്റൊരു തരത്തിൽ ലൂട്ട് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം ഇതിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി നേരെ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത്, അഥവാ ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന രേണു സുധി എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ വിധവയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോഷൂട്ടാണ്. ഇത് ശരിക്കും ഇവർ എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഫോട്ടോയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ഈ ഫോട്ടോയാണ് ഡോക്ടർ മനു ഗോപിനാഥൻ, രേണു സുധി. ഇവർ കണ്ടു കഴിഞ്ഞാൽ സീരിയസ്ലി ഇതൊരു കല്യാണം തന്നെ തോന്നും. ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നാണ് ഒരു പോസ്റ്റിൻ്റെ അകത്തുള്ള ക്യാപ്ഷൻ. ഇനി വീണ്ടും ഇത് രണ്ടാമത്തെ ഫോട്ടോ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇവർ വിവാഹിതരായോ എന്ന തലക്കെട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണു സുധിയെ അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒക്കെ ഫോട്ടോ. ചേർന്ന് നിൽക്കുന്നത് കെട്ടിപ്പിടിക്കുന്ന ഒരു ഞാൻ മോശമായിട്ട് കാണുന്നുണ്ടല്ല, കല്യാണം കഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ. ഇവർ കല്യാണം കഴിഞ്ഞോ, വിവാഹിതരായോ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു അതിൻ്റെയും ഫോട്ടോയുടെ തലക്കെട്ട്. ഓക്കെ, ഇതിപ്പം വേറെ ഏതൊരു പേജിലിട്ടതാണോ എന്ന് അറിയത്തില്ല. എങ്കിലും അതിനകത്ത് കൊടുത്തേക്കുന്നത് വായിക്കാം. രേണു സുധി ഇനി മുതൽ രേണു മനു എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തേക്കുവാണ്. അതിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, ഈ 4 ഫോട്ടോ കണ്ടപാടെ കടിച്ചു കീറാനൊന്നും ആരും ചെല്ലണ്ട. അവരുടെ ഇഷ്ടമല്ലേ ആൽബം, ഫോട്ടോഷൂട്ട്, സിനിമ ഒക്കെ ആയി ജീവിതം മുന്നോട്ട് തന്നെ പോകട്ടെ. ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെല്ലാം വെള്ളസാരി ഉടുത്ത് എന്നും കരഞ്ഞു പിഴിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ഇവിടെ രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് കാണിക്കുന്ന അനുകമ്പയാണോ, അതോ അവർക്ക് സമൂഹത്തിൻ്റെ അകത്ത് നിന്ന് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുറേ അധികം ആൾക്കാരുടെ സപ്പോർട്ടും കുറേ ആൾക്കാരുടെ നെഗറ്റീവും ആ ഒരു സംഭവങ്ങളെല്ലാം മുതലെടുക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അദ്ദേഹം നല്ല ക്ലെവറായിട്ട് അദ്ദേഹം കുറച്ച് നാളിന് മുമ്പ് സൂസൻ എന്ന് പറയുന്ന മുഖത്തെന്തോ പൊള്ളലേറ്റ ഒരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹം അന്ന് 3 വർഷം 4 വർഷത്തിന് മുമ്പ് അന്നും ഇതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ട്, അതിനകത്ത് വന്ന ഇൻ്റർവ്യൂവിൽ വന്ന ന്യായവാദങ്ങളെന്ന് പറഞ്ഞാൽ
അത് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മൾ ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്കുള്ളതാണ് ആൾക്കാർ അങ്ങനെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തി ഡബിൾ സക്സസ് മറ്റത് മറിച്ചെന്നൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ ചെന്ന് കണ്ടെത്തി അവരുടെ കൂടെ ഒരു ഇത് ചെയ്ത് സ്വാഭാവികമായിട്ടും അത് വൈറലും അതുപോലെ തന്നെ അത് കൂടുതൽ ആൾക്കാരിൽ എത്തുന്നതോടൊപ്പം നെഗറ്റീവും പോസിറ്റീവും വരും. അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള സംഭവമാണ് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇത് വെച്ചിരിക്കുന്നത് കടിച്ചു കയറാൻ നിൽക്കേണ്ട ആരും. ഇതിനകത്ത് ഇവർ തന്നെയല്ലേ ഈ ഒരു സാധനത്തിന് വിവാഹം കഴിക്കുന്ന പോലത്തെ ഫോട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ആ ഒരു പോസ്റ്റിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ആ ഒരു പോസ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് തേജോവധം ചെയ്യുന്നത്, എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ചോദ്യം ചോദിച്ച ഒരാളാണ് ഞാൻ. മറിച്ച് ഇവിടെ വിവാഹം കഴിഞ്ഞെന്ന് പോലെ ആൾക്കാർക്ക് തോന്നുന്നത് രണ്ടാമത്തെ വിഷയം. അവർ തന്നെ തലക്കെട്ട് കൊടുക്കുകയാണ് വിവാഹിതരായോ എന്നുള്ളത്. കണ്ടോ, ഇവർ വിവാഹിതരായോ തകടക്കുന്നു, ഇവർ വിവാഹിതരായോ വൈറൽ എന്ന് പറഞ്ഞ് വൈറൽ ഇനി കുറേയധികം ഫോട്ടോസ് ഇതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം ഇവരെ വിവാഹം കഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്നതാണ്. ഇത് ഉദ്ദേശം വേറൊന്നുമല്ല, സമൂഹത്തിലേക്ക് ഇങ്ങനെ വിവാഹിതരായി എന്ന് പ്രചരിക്കപ്പെട്ടതിലൂടെ അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ മാർക്ക് വരും. രേണു സുധി കണ്ടോ അവർ വേറൊരാളെ വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലേക്ക് വരും, വിഷയങ്ങളാവും, ആൾക്കാരെ എടുത്തിട്ട് അലക്കും എന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പരിപാടി ചെയ്തേക്കുന്നത്. അതിനകത്ത് പറയുന്ന ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനോ ഇദ്ദേഹമോ ഓക്കെ ആയിക്കോട്ടെ. റീൽസുകളുടെ രാജകുമാരി ഒരുമിച്ചു, രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാക, ഇനി അവൾ സുരക്ഷിതയായി എന്നൊന്നും എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്നുള്ള ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതിയോ. അടിപൊളി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. രാജകുമാരൻ്റെ ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഡോക്ടർ മനു ഗോപിനാഥൻ, ഒരു സ്ത്രീയുടെ ഏറ്റവും ഒരു വല്ലാത്ത സാഹചര്യത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയിലകത്തൊരു കല്യാണം എന്നുള്ളൊരു കാര്യം ഒരാൾക്ക് ജീവിതം കൊടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു സാധനം ഇടുന്നൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ കൊടുത്ത തലക്കെട്ടിൽ തന്നെ നിങ്ങൾ ചോദിക്കുന്നത് ഇതൊരു കല്യാണ ഫോട്ടോഷൂട്ടാണ്, വിവാഹിതരായോ എന്നുള്ള സംഭവങ്ങളാണ്. അത് പോരാഞ്ഞിട്ട് ഇതിനു മുൻപ് സൂസനോടൊപ്പമുള്ള ഫോട്ടോഷൂട്ടും നിങ്ങൾ ചെയ്തേക്കുന്നതും അതിനകത്തും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി എന്നുള്ള സംഭവത്തിനെ ഫോട്ടോഷൂട്ട് എന്നുള്ള സംഭവത്തിനകത്ത് അവിടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലത്തെ ഒരു കാര്യം മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കലാണ്. രേണുസുധിക്ക് ഇത് കാരണം നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു സംഭവം കണ്ട് ചിലപ്പോൾ അവരെ വഴക്ക് പറയും. ഇത് കൂടുതൽ നിങ്ങളെ സംബന്ധിച്ചോളം അവരിലൂടെ നിങ്ങൾ കൂടുതൽ റീച്ച് ഉണ്ടാക്കണം എന്നുള്ള പരിപാടി മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് എനിക്ക് രേണുസുധിയെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. അവർക്ക് ചിലപ്പോൾ ഇതിനകത്ത് പേയ്മെൻറ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടായിരിക്കും, വെറും ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണ്. ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി ഇദ്ദേഹത്തിൻ്റെ ഏത് ചാനലിലാണോ വരുന്നത് കണ്ടോ, വീണ്ടും കിടപ്പുണ്ട് ഇവർ വിവാഹിതരായോ. ഇതിനകത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരൻ ഇദ്ദേഹം എന്താണ് ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനായതെന്ന് എനിക്കറിയത്തില്ല. കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റുകളുണ്ടോ? ഇവർ കല്യാണം കഴിച്ചാൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ വെറുതെ രാജകുമാരൻ എന്നുള്ള തള്ളിവിടൽ എന്ന് ഫോളോ ചെയ്യണ രേണു എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്തോന്ന് എഴുതി വിടുന്നത് രാജകുമാരൻ. സീരിയസ്ലി നിങ്ങൾ ഇപ്പം രേണുവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള ഫോട്ടോഗ്രാഫി, ന്യൂഡ് ഫോട്ടോഗ്രാഫി ഫോട്ടോഷൂട്ട് ചെയ്യാം. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ പൊന്മുടിയുടെ ഏറ്റവും മുകളിലത്തെ കുന്നിൽ നിന്നും നല്ല ഇടിമിന്നൽ വരുന്ന സമയത്ത് ഏറ്റവും മുകളിൽ പോയി ഇങ്ങനെ കൈയും വെച്ചുകൊണ്ട് നിൽക്കാം. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ മറ്റേ കല്ലാറിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ദുരുണ്ട് താഴേക്ക് വരാം. ഇതൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ പോയിട്ട് വേണമെങ്കിൽ ബീഡിയും വലിക്കാം. ഇതൊക്കെ ചെയ്യാം. അതിലൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടോ. പക്ഷെ ഇതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു സ്ത്രീ അവരെ ഒരു കൂട്ടം ആൾക്കാർ എന്തായിരുന്നാലും കുറ്റം പറയുന്നു, അവരതിനെ ബോധർ ചെയ്യുന്നില്ല, മുന്നോട്ട് പോകുന്നു. അവരോട് നിങ്ങൾ ചെയ്യുന്നൊരു സഹായം എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ പറയരുത്. അവരെ ഒരുപാട് പേര് ആക്രമിക്കുന്നു, എങ്കിൽ പിന്നെ പാടാ കാണട്ടെ, ഞാനിതാ ഫോട്ടോ ഷൂട്ട് എടുത്തു രേണുവായിട്ട്, നീയൊക്കെ വന്ന് കാണിക്കും, നിന്നെ കൊണ്ടൊക്കെ പറ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നത് തന്നെയാണിത്. അതിലൂടെ അവർക്ക് കുറേ അധികം ഹേറ്റഡ് ഉണ്ടായി കൊടുക്കുക എന്നുള്ള പരിപാടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൽ ഹേറ്റഡ് ഉണ്ടായാലും ഇല്ല എങ്കിലും അവരത് മൈൻഡ് ചെയ്യാത്രത്തോളം കാലം പ്രശ്നമില്ല. പക്ഷേ ഒരു കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോഷൂട്ട് എന്നുള്ള സാധനത്തിനകത്ത് നിന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ മാത്രം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ഫോട്ടോ ഷൂട്ട് നടത്തി അത് കല്യാണം എന്നുള്ള രീതിയിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്ന പോലത്തെ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. മിസ്റ്റർ ഡോക്ടർ മനു ഗോപിനാഥൻ, എന്നെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം എനിക്ക് നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്. കാരണം നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ സംഭവത്തിൻ്റെ അകത്താണെങ്കിൽ ആ ഒരു വിഷയത്തിൽ അതൊരു പാട്ടാണ്, അതിനൊന്ന് ആ ഒരു സിനിമാറ്റിക്കായിട്ട് കാണുന്നൊരു കാര്യം മാത്രം. അതിനൊക്കെ ആൾക്കാർ എന്തിനിട്ട് ഉടുക്കുന്നു മനസ്സിലായി. ഇതും ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി പോലത്തെ സംഭവം മാത്രമാണ്. പക്ഷേ ഇത് മാത്രമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഡോക്ടർ മനു ഗോപിനാഥൻ്റെ പ്രൊഫൈലിൻ്റെ അകത്ത് തന്നെ കാണുന്ന പുറയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ
നമ്മുടെ സൂസൻ്റെ ആ ഒരു സാധനം ഞാൻ നോക്കട്ടെ. അദ്ദേഹത്തിന് വൈറലാവണം. ഇതാ അത് കൊള്ളാമല്ലോ. ഇതാരാ ഇത്? ഇതും അദ്ദേഹം തന്നെയാണല്ലേ? അയ്യോ, ഓ മനു ഗോപിനാഥൻ സാർ പ്രൊഫഷണൽ സംഭവമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ ദേശീയ പതാകയും കൊണ്ട് കണ്ടത്തിനകത്ത് നിൽക്കുന്നു, കാര്യം പൊക്കി പിടിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നു. വാവ്, ആള് നമ്മൾ വിചാരിച്ചത് പറഞ്ഞില്ല. ഈ തൊപ്പി വേണോ? ഉണ്ടല്ലോ അല്ലേ, കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫർ. എന്ത് ചെയ്തിട്ടാണെങ്കിലും വൈറലാവണം. ഇതെന്തുവാടെ ഇങ്ങനെ? കൊള്ളാം, പുരീത് അണ്ണാവേ നല്ലാവ പുരീത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ആ ഒരു കുട്ടിയുമായിട്ടുള്ള സംഭവത്തിന് ആ കുട്ടി ആളുകളെ അത് 100 പേരെ കണ്ടു സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി കൊറോണയുടെ ഇത് കൂടി നിൽക്കുന്ന സമയത്ത് അപ്പം എന്നോട് പറഞ്ഞൊരു വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വീഡിയോ എടുത്ത് കൊടുത്തു, അയച്ചു കൊടുത്തു. അത് FB പോസ്റ്റ് ചെയ്തായിരുന്നു. പോസ്റ്റ് ചെയ്തു, പിന്നെ നോട്ട് ലൈക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പം എനിവേ ഒന്നും പറയാലേ. ഡോക്ടർ മനു ഗോപിനാഥൻ കൊള്ളാം. ഇനിയും സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് വിധവകളും സമൂഹത്തിൻ്റെ അകത്ത് പലതരത്തിൽ കോർണർ ചെയ്യപ്പെടുന്ന ആൾക്കാരോടൊപ്പം നിങ്ങൾ വീണ്ടും വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പരിപാടികൾ നിങ്ങൾ തന്നെ തലക്കെട്ടിട്ട് ഇവർ വിവാഹിതരായോ എന്ന് തോന്നിക്കുന്ന ടൈറ്റിൽ നിങ്ങൾ തന്നെ കൊടുക്കുക സമൂഹത്തെ. എന്നിട്ട് അവസാനം പറയുക, സമൂഹമേ കുറ്റം പറയൂ, കുറ്റം പറയൂ, നിങ്ങളുടെ വൃത്തികെട്ട കണ്ണുകളിലൂടെ കുറ്റം പറയൂ, കുറ്റം പറയുമെന്ന് പറയുക. കൂടുതൽ ഒന്നും പറയില്ല. സോ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.